നെക്സ്റ്റ് വരുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റൻ എങ്കിൽ 101 ആണ് ക്വസ്റ്റൻ എങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക. അതായത് 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇതിനാണ് എന്ത് പറയുന്നത്? ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുക. 1 1 0. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം എല്ലാം 1ന് 0, 1ന് 0, 0ക്ക് 1, പിന്നെ എന്ത് ആഡ് ചെയ്യണം? 1ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതാണ് ടൂസ് കോംപ്ലിമെൻറ്റ്. ഇനി ഈ ടൂസ് കോംപ്ലിമെൻറ്റ് ട്യൂറിംഗ് മെഷീനിൽ ചെയ്യുമ്പം സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് 1 1 0 1 0. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ 1 0 1 0യുടെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. അതായത് ഈ ഇൻപുട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് 0 1 1 0 ആണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ റൈറ്റിലേക്ക് പോകണം. 1നെ കണ്ട അങ്ങനെ തന്നെ വെക്കുക, 0യെ കണ്ട അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ റൈറ്റിലേക്ക് പോയി ആദ്യം ബ്ലാങ്കിലെത്തണം. ബ്ലാങ്കിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? പിന്നെ മൂവ്മെൻറ്റ് വന്നിട്ട് ലെഫ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ വരണം, ലെഫ്റ്റിൽ വരണം. ഈ ലെഫ്റ്റിൽ വരുമ്പം ഇവിടെ 0 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ടേപ്പ്, ഇത് ഇൻപുട്ട് ടേപ്പ് ആണെന്ന് സങ്കല്പിക്കുക. ഔട്ട്പുട്ട് ടേപ്പ് അങ്ങനെ 2 ടേപ്പ് ഇല്ല, ഒറ്റ ടേപ്പേ ഉള്ളൂ. പക്ഷെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ടേപ്പിൽ ഇങ്ങേ അറ്റത്ത്, അതായത് ബ്ലാങ്കിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ളത് 0 ആണെങ്കിൽ ആ 0 അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് പിന്നെ എങ്ങോട്ട് പോകണം? വീണ്ടും ലെഫ്റ്റിലേക്ക് പോകണം. 0 ആണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുക. വീണ്ടും ലെഫ്റ്റിലേക്ക് പോയി ഇവിടെ എന്താ? 1 ആണ്. ആ 1ഉം അങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം വീണ്ടും എങ്ങോട്ട് പോകണം? ലെഫ്റ്റിലേക്ക് പോകണം. ഇവിടെ എത്തുമ്പം ഈ 0യ്ക്ക് പകരം എന്ത് എഴുതണം? 1 എഴുതണം. അതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതണം. വീണ്ടും ലെഫ്റ്റിലേക്ക് പോയി ഇവിടെ 1 ആണ്. 1ന് പകരം എന്ത് എഴുതണം? 0 എഴുതണം. പിന്നെ ലെഫ്റ്റിലേക്ക് പോയി ബ്ലാങ്കിലെത്തി പിന്നെ റൈറ്റിലേക്ക് പോകുന്ന സ്ട്രിങ് ആക്സെപ്റ്റ്. നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആൻസർ എന്തായിരുന്നു? 0 1 0 0. കിട്ടിയില്ലേ? ഇത് ഒരു എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ബി എ 1 0 1 ബി. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്, അതായത് 1 0 1ൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം എന്ത് കിട്ടും? 0 1 1. ഇതാണ് ആൻസറായിട്ട് കിട്ടേണ്ടത്. 1 0 1ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ഇത് കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് 1 കണ്ടു, അങ്ങനെ തന്നെ വെച്ചിട്ട് റൈറ്റിലോട്ട് പോയി. 0 കണ്ടു, അങ്ങനെ തന്നെ വെച്ചിട്ട് റൈറ്റിലോട്ട് പോയി. തുടക്കമേ ഇവിടെ എത്തണം, ഇവിടെ എത്തണം. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലെഫ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഈ എക്സാമ്പിളിൽ നമ്മൾ ആദ്യം കണ്ടത് ആരെയാ? 0യെ. അതുകൊണ്ടാണ് നമ്മൾ 0 അങ്ങനെ തന്നെ എഴുതിയത്. പക്ഷേ 0 അങ്ങനെ തന്നെ എഴുതി. പിന്നെ 1 കണ്ടു, 1നെ അങ്ങനെ തന്നെ എഴുതി. 1 കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ